ഒരു ഭാഗത്ത് പറയുന്നു ഇതെല്ലാം അന്ധവിശ്വാസമാണ്, തെറ്റാണ്, ഇതിനെ ശൂദ്രനെ മാറ്റി നിർത്തി ബ്രാഹ്മണ്യം ഇതൊക്കെ ഉപയോഗിച്ചു, ഈ തെറ്റൊക്കെ ചെയ്തു, പഠിപ്പിച്ചില്ല എന്ന വാദം പറഞ്ഞാൽ ആ അറിവ് ഉത്തമമാണെന്ന് സമ്മതിക്കണം. ഒരു മാംസം രണ്ട് കൈയിൽ പിടിച്ച് ആർത്തിയോടുകൂടി അത് കാർന്നു തിന്നുമ്പോൾ ബ്രെയിനിൽ വരുന്ന പരിണാമഭേദങ്ങളോടുകൂടി ഒരാളിന് അയാളുടെ മസ്തുളങ്കത്തിൻ്റെ അനന്ത സാധ്യതകളെയെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് കൃത്യമായൊരു ഗവേഷണം നമുക്കുണ്ടായേ പറ്റൂ. എന്നിട്ട് വേണം നമ്മൾ ബാക്കി കാര്യങ്ങൾ പറയാൻ. മാംസമാണോ ഇവന് സാധ്യത മുഴുവൻ തുറന്നു കൊടുക്കുന്നത്, മത്സ്യമാണോ സാധ്യത മുഴുവൻ തുറന്നു കൊടുക്കുന്നത്, വെജിറ്റേറിയൻ ആണോ മുഴുവൻ സാധ്യതയും തുറന്നു കൊടുക്കുന്നത് എന്നൊക്കെ നോക്കേണ്ടതാണ്. ഇതിനൊക്കെ കാരണമായ കോശപരിണാമം ഇത്രയും വികസിച്ച കാലഘട്ടത്തിൽ നമ്മുടെ കൗശിക വിജ്ഞാനത്തിൻ്റെ ഉപജ്ഞാതാക്കളും നമ്മുടെ ആധുനിക വൈദ്യവിശാരദന്മാരും ആധുനിക പരിഷ്കർത്താക്കളും ഒരുമിച്ചിരുന്ന് ചിന്തിക്കുകയോ പഠിക്കുകയോ ചെയ്യുന്നില്ല എന്ന ഒരു സത്യം ബാക്കി നിൽക്കുക. നമസ്കാരം സ്വാമി. നമസ്കാരം സ്വാമിജി, കഴിഞ്ഞ ദിവസം നമ്മൾ സ്ഥേയത്തിൻ്റെ ഒരു വഴിയിലൂടെ ഏറെ പോവുകയായിരുന്നു. നമുക്കതുവഴി തന്നെ പോകാമോ സ്വാമിജി? തീർച്ചയായും. നമ്മൾ അവസാനമായി പറഞ്ഞു വെച്ചത് ഗവൺമെൻറ്റുകളുടെ ലൈസൻസുകൾ, സംഘടിത പ്രസ്ഥാനങ്ങൾ വൈദ്യശാസ്ത്രത്തെയും മറ്റും ഉപജീവനത്തിൻ്റെയും തൊഴിലിൻ്റെയും ഒക്കെ ലോകങ്ങളിലേക്ക് വലിച്ചെഴിച്ചു കൊണ്ടുവന്നിട്ടുള്ള സംഘടിത പ്രസ്ഥാനങ്ങൾ, അതിൻ്റെ ഉപവിഭാഗങ്ങൾ, അതിൽ ഭാഗികങ്ങളായ അറിവുകളെ ആസ്പദമാക്കിയുള്ള പ്രസ്ഥാനങ്ങൾ, മുന്നേറ്റങ്ങൾ, ഇവയൊക്കെ നാം ചിന്തിക്കുമ്പോൾ സത്യത്തിലൊരുവൻ ഏറ്റവും ശുദ്ധമായ ഒരറിവ് അവൻ്റെ ആവശ്യത്തിനല്ലേ ആദ്യം ഉപയോഗിക്കുക. അതെ സ്വാമിജി. ഇന്നത്തെ നിലയിൽ തൻ്റെ അറിവ് തനിക്ക് പ്രയോജനപ്പെടാതിരിക്കുന്നു എന്ന് വരുമ്പോഴും അന്യനിൽ പ്രയോജനപ്പെടുത്തുവാൻ അവസരം നിർബന്ധമായും തന്നിരിക്കണം എന്ന മാതൃകയിലുള്ള പരസ്യങ്ങൾ, എന്ന മാതൃകയിലുള്ള നിയമനിർമ്മാണങ്ങൾ, വിദ്യാഭ്യാസത്തിൽ പോലും ഇത് ബാധകമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ത്യൻ വിദ്യാഭ്യാസ ചരിത്രമെടുത്താൽ ഇന്ന് ലോകത്ത് നടമാടുന്ന മതങ്ങളുടെ ചരിത്രമെടുത്താൽ ഒക്കെ ഒരുവൻ അതിന് വെളിയിൽ ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു. പിന്നെ സ്വാമിജി പറഞ്ഞതനുസരിച്ച് തനിക്കിതൊന്നും ബാധകമല്ല, മറ്റുള്ളവർക്ക് ഇതൊക്കെ ബാധകമാണ് എന്നുള്ള തരത്തിലാണ് മൊത്തം ആധ്യാത്മിക മേഖലയിലായാലും വിദ്യാഭ്യാസ മേഖലയിലായാലും ഏത് മേഖലയും പോകുന്നത്. അതിൻ്റെ ഏറ്റവും രസകരമായ സംഭവങ്ങളിലൊന്ന് കഴിഞ്ഞ കാലങ്ങളെ എടുത്തു നോക്കിയാൽ ഇന്ത്യയുടെ അറിവിനെ ഏറ്റവും അധികം ഇന്ത്യൻ ബുദ്ധിജീവികൾ പുച്ഛിച്ചിട്ടുള്ളത് അത് മാറ്റി നിർത്തി എന്നുള്ളതിൻ്റെ പേരിലാണ്. സമ്മതിക്കുന്നു സ്വാമിജി. അതായത് വേദങ്ങളോ ഉപനിഷത്തുകളോ അതുമല്ലെങ്കിൽ തന്ത്രാഗമങ്ങളോ അതുമല്ലെങ്കിൽ വിദ്യാഭ്യാസമോ കൊടുത്തില്ല എന്നുള്ളതായിരുന്നു പരാതി. അതെ സ്വാമിജി. ആ അറിവുകൾ അപ്രധാനങ്ങളാണ് എന്നാണ് ഇന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അന്ന് ഈ വൈദികങ്ങളായ അറിവുകളെ സൂക്ഷിച്ച ആളുകൾ കൊടുക്കാതിരുന്ന തലമുറകളായിരിക്കണ്ടേ ഉത്തമന്മാരായിരിക്കേണ്ടത്. നമ്പർ 1. ലോജിക്ക് മനസ്സിലായി സ്വാമിജി, മനസ്സിലായി. ഒന്ന്, ഇന്ത്യൻ അറിവുകൾ പ്രാചീനമായവ തെറ്റാണ്. അത് തങ്ങൾ തന്നെ തങ്ങളിൽ നിലനിർത്തിക്കൊണ്ട് അന്യർക്ക് കൊടുക്കണ്ട എന്നൊരു തീരുമാനമെടുത്തതിലൂടെ എങ്ങനെയാണ് ആ തീരുമാനമെടുത്തവർ തെറ്റുകാരാവുക? തെറ്റായ അറിവുകൾ, അന്ധവിശ്വാസങ്ങൾ പഠിപ്പിക്കാതിരുന്ന നിലയിലെങ്കിലും അവർ മാന്യന്മാരായിരിക്കണ്ടേ? ആയിരിക്കണം സ്വാമിജി.
ഒരു അതെ 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 ഒരു കണക്കാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. അതെ അതെ ഒരു ഭാഗത്ത് പറയുന്നു ഇതെല്ലാം അന്ധവിശ്വാസമാണ്, തെറ്റാണ്, ഇതിനെ ശൂദ്രനെ മാറ്റി നിർത്തി ബ്രാഹ്മണ്യം ഇതൊക്കെ ഉപയോഗിച്ചു, ഈ തെറ്റൊക്കെ ചെയ്തു, പഠിപ്പിച്ചില്ല എന്ന വാദം പറഞ്ഞാൽ ആ അറിവ് ഉത്തമമാണെന്ന് സമ്മതിക്കണം. അതെ അതെ ഉത്തമമായൊരു അറിവ് കൊടുത്തില്ല എന്നായിരിക്കണം അതിൻ്റെ നിയമം. അതെ ഭാരതീയമായ അറിവുകളിലെല്ലാം നാം കാണുന്നത് അതിഷ്ടമല്ലാത്ത ഒരു ജനതയെ നിർബന്ധിച്ച് പഠിപ്പിച്ചില്ലെന്ന് മാത്രമല്ല, നിർബന്ധപൂർവം അതിനധികാരികളല്ലാത്തവരെ മാറ്റി നിർത്തി എന്നുള്ളതാണ് പ്രത്യേകതയായി നാം കാണുന്നത്. അതിനേക്കാൾ വലിയ തെറ്റായിരിക്കില്ലേ നിർബന്ധപൂർവം പഠിപ്പിക്കുക എന്നുള്ളത്? ഒരുവൻ എങ്ങനെ ആയിരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഒരുവന് അവൻ്റെ ജീവിതം, അവൻ്റെ കുട്ടികളുടെ ജീവിതം, അവൻ്റെ കുടുംബത്തിൻ്റെ ജീവിതം, ഇതൊക്കെ സ്വച്ഛന്തം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ? ഇന്ത്യയിലേക്ക് വന്ന എല്ലാ മതങ്ങളിലും കാണുന്ന പ്രത്യേകത, അവൻ ആ മതത്തിൽ ജനിച്ചു പോയി എന്നുള്ളത് കൊണ്ട് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ആ മതത്തിൻ്റെ നിയമത്തിനുള്ളിൽ അസ്വതന്ത്രനായി ജീവിക്കണമെന്നുള്ളത് നിർബന്ധമാണ്. അതിനെതിരെ ഇന്നുവരെ ഇവിടുത്തെ ആക്ടിവിസ്റ്റുകളോ ഭരണാധികാരികളോ ശബ്ദിച്ചിട്ടില്ല. എന്നാൽ ഒരുവൻ ജനിച്ച മതത്തിൻ്റെ പേരിൽ ഒരസ്വാതന്ത്ര്യവും നൽകാത്തതിനെ പുച്ഛിച്ചിട്ടുമുണ്ട്, പുച്ഛിച്ചു വരുന്നുമുണ്ട്. ഇതിലൊരു ഇരട്ടത്താപ്പുണ്ടോ? ഉണ്ടെന്ന് വേണം പറയാനല്ലേ സ്വാമിജി? ഒന്ന് ആലോചിച്ച് നോക്ക്. അതെ ഇന്ത്യയിലേക്ക് കടന്നു വന്നിട്ടുള്ള എല്ലാ മതങ്ങളും ഇന്ത്യയിൽ അതിൻ്റെ ഉള്ളിൽ, അതിൻ്റെ ഫോൾഡറിനുള്ളിൽ ഒരു വ്യക്തി പെട്ടുകഴിഞ്ഞാൽ അവൻ അതിൻ്റെ നേതൃത്വം പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്താൽ ഒട്ടേറെ ഭീഷണികളെ നേരിടേണ്ടി വരുന്നുണ്ട്. സ്വയം അംഗീകരിക്കാതെ അടിച്ചേൽപ്പിച്ച ഒട്ടേറെ നിയമങ്ങളെയും വ്യവസ്ഥകളെയും അവൻ അംഗീകരിക്കേണ്ടി വരുന്നുണ്ട്. തീർച്ചയായും അതെല്ലാം ശരിയാണെന്ന് ഭരണാധികാരികൾ ശരിവെക്കുന്നുണ്ട്. നിയമനിർമ്മാണങ്ങൾ, സ്റ്റേജ് പ്രഭാഷണങ്ങൾ, മാധ്യമങ്ങളുടെ ചർച്ചകൾ, ഇവയിലൂടെയെല്ലാം അതിനെ ശരിവെക്കുകയും മനുഷ്യനെ വിഭജിച്ച് നിർത്തുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു നിർബന്ധവും പുലർത്താതെ ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന അറിവ് ഞങ്ങളുടേത് മാത്രമാണ്, നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ നിയമങ്ങളെല്ലാം ഉൾക്കൊണ്ടാൽ പഠിച്ചാൽ മതി എന്ന് പറഞ്ഞ പ്രാചീനമായത് അന്ധവിശ്വാസമെന്ന് ആധുനികർ പറയുന്നത് പഠിപ്പിച്ചില്ല എന്ന പരാതി മാത്രമാണ് പറയാനുള്ളത്. അടിച്ചേൽപ്പിച്ചില്ല എന്ന പരാതി മാത്രമാണ് പറയാനുള്ളത്. വിചിത്രമല്ലേ ഈ സ്റ്റാൻഡ് പോയിന്റ്? തീർച്ചയായും സ്വാമിജി, അതും ആലോചിച്ച് നോക്കേണ്ടതാണ്. രണ്ട്, ഈ അറിവ് ഉപയോഗിച്ചവർ, അല്ലെങ്കിൽ ഇന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് ഈ അറിവുകളെല്ലാം തൻ്റേതാക്കാൻ ശ്രമിച്ചിട്ടുള്ള പഠിക്കുന്നവർ അറിവിനെ കച്ചവടം ചെയ്യുകയല്ലാതെ ആ അറിവിനെ തങ്ങളുടെ ജീവിതത്തിൽ പുലർത്തി കാണിച്ചു കൊടുക്കുന്നുണ്ടോ എന്നതും അടുത്ത ചോദ്യമാണ്. പൂർവന്മാരായ ആചാര്യന്മാരിൽ നിന്ന്, പാശ്ചാത്യരാകട്ടെ പൗരസ്ത്യരാകട്ടെ, ഉൾക്കാഴ്ചയുള്ള ദാർശനികന്മാരിൽ നിന്ന്, അവരും പാശ്ചാത്യരായിക്കൊള്ളട്ടെ പൗരസ്ത്യരായിക്കോട്ടെ, ഏതു മതമോ ജാതിയോ ആയിക്കോട്ടെ, നമുക്കതിലൊന്നും വിപരീത അഭിപ്രായമില്ല. അവരുടെ ദർശന സവിശേഷതകളെ ഞാൻ അംഗീകരിക്കുന്നു എങ്കിൽ ആദ്യം അനുവർത്തിക്കേണ്ടത് അത് എന്നിലല്ലേ? തീർച്ചയായും സ്വാമിജി. എന്നിൽ അനുവർത്തിച്ച് ഉറപ്പ് വന്നിട്ട് വേണ്ടേ വേറൊരുത്തനോട് പറയാൻ? പകരം ഒരിക്കലും എന്നിൽ അവർ അനുവർത്തിക്കാതിരിക്കുകയും നിനക്ക് നല്ലതായിരിക്കും അത് എന്ന് പറഞ്ഞ് കച്ചവടം ചെയ്യുകയും ചെയ്യുന്ന കച്ചവടക്കാരനല്ലേ സത്യത്തിൽ സ്ഥേയമുള്ളവൻ, കള്ളമുള്ളവൻ.
ഇതല്ലേ അവൻ്റെ തലമുറകളിലേക്ക് രോഗങ്ങൾ പകരാൻ കാരണമാകുന്നത്. ഈ ഒരു ജീവിത രീതി വന്നതോടുകൂടിയല്ലേ വൈദിക ബ്രാഹ്മണ്യം പോലും രോഗത്തിലേക്ക് കൂപ്പുകുത്തിയത്. അതുകൊണ്ടായിരിക്കണം സ്വാമിജി. ഒരറിവ് തങ്ങളുടേതാണെന്ന് പറഞ്ഞ് അവർ സൂക്ഷിച്ചു വെച്ചപ്പോഴും, അവർ പഠിച്ചപ്പോഴും, അവരുടെ ജീവിതത്തിൽ അത് അനുവർത്തിച്ചപ്പോഴും, മറ്റുള്ളവർ പുച്ഛിച്ചപ്പോഴും ഇത്രയധികം രോഗികളെ ഒരു ആശുപത്രിയും അവരുടെ കൂട്ടത്തിൽ നിന്ന് കണ്ടെത്തിയിട്ടില്ല. സ്ഥിതിവിവര കണക്കുകൾ പാശ്ചാത്യരുടേത് മാന്യമാണെന്ന് വിശ്വസിക്കുന്ന അവർ കൊണ്ടുവന്ന കണക്കുകൾ ആരംഭിച്ചത് മുതൽ ഇന്ന് വരെയുള്ള കണക്കെടുത്ത് നോക്കിയാൽ ക്രമമായി ജീവിതം താറുമാറാകും തോറും ആ കൂട്ടരെ ആശുപത്രിയിൽ കൂടുതലായി കണ്ടുവരുന്നു എന്നുള്ളതാണ് പ്രത്യേകത. കേരളത്തിലെ ഏത് താഴ്ന്ന സമൂഹങ്ങളിൽ എന്ന് അവരവർ പറയുന്ന ജാതികളിലോ മതങ്ങളിലോ പെട്ടവർക്കൊക്കെ എവിടെയെങ്കിലും കൊണ്ടൊരു ബ്രാഹ്മണ്യത്തിൽ തൻ്റെ പാരമ്പര്യത്തെ മുട്ടിക്കണമെന്ന് അതിയായ ഒരു ആഗ്രഹമുണ്ട്. ശരിയാണെന്ന് ശരിയാണ് സ്വാമിജി. ഒന്നുമില്ലെങ്കിൽ അവരെന്തെങ്കിലും എന്തെങ്കിലും ചടങ്ങോ അല്ലെങ്കിൽ അവരൊക്കെ അങ്ങനെയുള്ളൊരു ഉയർച്ച നൽകി മാനസികമായി എങ്കിലും നൽകുക എന്ന് പറയുന്നൊരു സംഭവം നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായും ഇപ്പോൾ സ്ഥാപനങ്ങളിലായാലും ഇപ്പോൾ മാധ്യമരംഗത്താണെങ്കിൽ പോലും ഈ ബ്രാഹ്മണൻ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു പരിഗണന പ്രത്യേകമാണെന്ന് പറയപ്പെടുന്നുണ്ട്. മാർക്കറ്റിലേക്ക് വല്ല വസ്തുവും വിൽക്കണമെങ്കിൽ തന്നെ അതിന് ബ്രാഹ്മണൻസ് അങ്ങനെ പറയുക എന്ന് പറയുന്നൊരു ഇതുണ്ട്, ചടങ്ങ് വന്നിട്ടുണ്ട്. അതിനൊരു ഉണ്ട് സ്വാമിജി, പ്രത്യേകത കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം രഹസ്യമാണ്. അതെ അതെ. പരസ്യമായി ഇവരെല്ലാം ഇതിനെതിരുമാണ്. അവർ ഒരിക്കൽ പോലും ജനതയെ അവരുടെ ഫോൾഡറിനകത്തേക്ക് വലിച്ചു കയറ്റാൻ ശ്രമിച്ചില്ല. അപ്പോൾ ഫോൾഡറിനകത്തേക്ക് മറ്റുള്ള ആളുകളെ വലിച്ചു കയറ്റുമ്പോൾ ഇതിൻ്റെ അനുഷ്ഠാനമോ മറ്റുള്ളതോ അല്ല നിർബന്ധം, അധികാരമാണെന്നുള്ളത് പച്ചയല്ലേ. തീർച്ചയായും സ്വാമിജി. അപ്പോൾ മറ്റവരെങ്ങനെയാണ് അധികാരത്തിന് ആളെ കൂട്ടിയെന്ന് പറയാൻ പറ്റുക? ശരിയാണ് സ്വാമിജി. അപ്പോൾ അധികാരത്തിന് വേണ്ടി അനുഷ്ഠാനങ്ങളില്ലാതെ ആളെ കൂട്ടുമ്പോൾ വരുന്ന സ്ഥയം സാമൂഹികമായ രോഗങ്ങളിലേക്ക് എത്ര നമ്മെ കൊണ്ടുപോകും. ഇതുവരെ ശീലിച്ച ശീലങ്ങളും ഇതുവരെയുള്ള ആഹാര രീതികളും ഇതുവരെയുള്ള പെരുമാറ്റവിശേഷങ്ങളും ഒക്കെ വെടിഞ്ഞ് ഒരു പുത്തൻ പ്രവണതയിലേക്ക് നാളെ മാറിയാൽ ജനിതകമെല്ലാം ഒറ്റയടിക്ക് ആ കൂട്ടത്തിൽ പോകുമോ? ശരിക്കും സ്വാധീനിക്കുമല്ലേ സ്വാമിജി? സ്വാധീനിക്കണ്ടേ? അതെ. എനിക്ക് തോന്നുന്നത് പറയൂ സ്വാമിജി. തീരപ്രദേശത്തുള്ളവർക്ക് ഒരു ആഹാര രീതിയുണ്ട്. അതെ. ജാങ്കലദേശത്തുള്ളവർക്ക് ഒരു ആഹാര രീതിയുണ്ട്. തീരപ്രദേശത്തെ ബ്രാഹ്മണരും മത്സ്യം കഴിച്ചിട്ടുണ്ട്. ബംഗാളൊക്കെ അതിന് ഉദാഹരണം. സന്യാസത്തിൻ്റെ അലിഖിത നിയമങ്ങളിൽപ്പെട്ടതായിരുന്നു മത്സ്യവും മാംസവും മദ്യവും ഒന്നും കഴിക്കരുതെന്ന്. പക്ഷെ ബംഗാളിലെ സന്യാസിമാർ കഴിക്കുന്നുണ്ടോ സ്വാമിജി? അങ്ങനെയല്ല പറയേണ്ടത്. അവരും കഴിച്ചിരുന്നില്ല. ഇല്ല. ഇന്ന് ഒട്ടേറെ ആശ്രമങ്ങളിൽ നോൺ വെജിറ്റേറിയൻ കിച്ചണുണ്ട്. അതിശയിപ്പിക്കുന്നതാണ് സ്വാമിജി. കേരളത്തിലും തുടങ്ങിയിട്ടുണ്ടെന്നാണ് കേട്ടുകേൾവി. ചില മരുന്ന്, എനിക്ക് തമാശ തോന്നുന്നത്, ക്ഷമിക്കണം സ്വാമിജി, ചില മരുന്ന് കഴിക്കുമ്പോൾ പഥ്യം പറയും. ഇപ്പോൾ മത്സ്യം കഴിക്കരുത്. മത്സ്യമൊക്കെ കഴിച്ചിട്ടും ഇനി മരുന്ന് കഴിക്കാമെന്ന് പറയും പോലെയാണ് മത്സ്യം കഴിച്ചിട്ടും സന്യാസിയാവാം എന്ന് പറയുന്നത്. അല്ലാതെ ഒരു ചിന്ത അതിലുപരി പറയൂ സ്വാമിജി. ഒരു മാംസം രണ്ട് കൈയിൽ പിടിച്ച് ആർത്തിയോടുകൂടി അത് കാർന്നു തിന്നുമ്പോൾ ബ്രെയിനിൽ വരുന്ന പരിണാമഭേദങ്ങളോടുകൂടി ഒരാളിന് അയാളുടെ മസ്തുളങ്കത്തിൻ്റെ അനന്ത സാധ്യതകളെയെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് കൃത്യമായൊരു ഗവേഷണം നമുക്കുണ്ടായേ പറ്റൂ.
എന്നിട്ട് വേണം നമ്മൾ ബാക്കി കാര്യങ്ങൾ പറയാൻ. മനസ്സിലായി സ്വാമിജി. മാംസമാണോ ഇവന് അതെ 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 സാധ്യത മുഴുവൻ തുറന്നു കൊടുക്കുന്നത്? മത്സ്യമാണോ സാധ്യത മുഴുവൻ തുറന്നു കൊടുക്കുന്നത്? വെജിറ്റേറിയൻ ആണോ മുഴുവൻ സാധ്യതയും തുറന്നു കൊടുക്കുന്നത് എന്നൊക്കെ നോക്കേണ്ടതാണ്. പരസ്പരം കോൺട്രവേഴ്ഷ്യൽ അല്ലാത്ത വാക്കുകൾ പറഞ്ഞിട്ടുള്ള ആചാര്യന്മാരുടെ ലിസ്റ്റ് എടുക്കുമ്പോഴും സമഗ്രത കൈവിടാതെ കാര്യങ്ങളെ സംസാരിച്ചവരുടെ ലിസ്റ്റ് എടുക്കുമ്പോഴും സമചിത്തത വിടാതെ കാര്യങ്ങളെ കണ്ടവരുടെ ലിസ്റ്റ് എടുക്കുമ്പോഴും വൈകാരികമായ അസഹിഷ്ണുത വരാത്തവരുടെ കാര്യങ്ങളെ എടുക്കുമ്പോഴും വളരെ ജനിതക പ്രാധാന്യത്തോടെ വെജിറ്റേറിയനിസത്തിന് പ്രാധാന്യമുണ്ടോ എന്ന് ചിന്തിക്കുവാൻ ഒരുപാട് ഇടം കിട്ടുന്നുണ്ട്. ശരിയാണ് സ്വാമിജി. വൈദികമായ സംസ്കൃതിയെ നിലനിർത്തുവാനും ആ അറിവിനെ അടുത്ത തലമുറയിലേക്ക് കോശകോശാന്തരത്തിലൂടെ കൊടുക്കുവാനും അഹിംസ, അസ്തേയം, ബ്രഹ്മചര്യം മുതലായവയ്ക്ക് പ്രാധാന്യമുണ്ടെങ്കിൽ ശങ്കരനും മറ്റും ഒരുപക്ഷെ ആധുനികന്റെ ചിന്തയിലെ നിഷ്ഠൂരതയോടെ കോംപ്രമൈസ് ഇല്ല ആ മര്യാദകൾക്ക് വേണ്ടി വാദിച്ചിട്ടുണ്ടെങ്കിൽ എത്ര ശരിയായിരുന്നു എന്ന് ഇപ്പോൾ തോന്നുകയാണ് സ്വാമിജി. ആലോചിക്കേണ്ടത് മര്യാദാമസൃണമായി കുറഞ്ഞ പക്ഷം അതിനെ എതിർക്കാൻ പോകുന്നവൻ ആഹാരങ്ങളിൽ വ്യത്യസ്തത പുലർത്തി ഒരു കൺട്രോൾ എക്സ്പെരിമെൻ്റ് നടത്തി അത് തെറ്റാണെന്ന് തെളിയിച്ചിട്ട് വേണമായിരുന്നു അതിനെ നിന്ദിക്കുവാനും മാറ്റിമറിക്കുവാനും. അതെ സ്വാമിജി. അത് മാത്രമല്ല സ്വാമിജി, സ്വാമിജി ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ നടത്തിയ ഒരു ക്ലാസ് ഉണ്ടല്ലോ, ഈ നമ്മൾ പഠിപ്പിച്ചത്, അത് വെച്ച് നോക്കുമ്പോൾ ഈ മനസ്സ്, വാക്ക്, പ്രവൃത്തി എന്നുള്ള ഈ 3 ചേരുവകളിലൂടെ കടന്നു വരുമ്പോൾ കോശങ്ങളിൽ നിർണായകമായിട്ടുള്ള ഈ ഒരു ചിട്ട വളരെ പ്രധാനമാണ് എന്നിപ്പോൾ തോന്നുകയാണ് സ്വാമിജി. ഇത് ഈ ആയുർവേദ സന്ദേശങ്ങളെ വൈദികമായ തലങ്ങളിൽ നിന്ന് അടർത്തി മാറ്റിവെച്ച് ഇതിനൊന്നിനും ഒന്നുമില്ല എന്നൊരു തീരുമാനമെടുത്ത് വേഷഭൂഷകൾ മതി എന്ന പാശ്ചാത്യ സംഭ്രമത്തിലേക്ക് നാം മാറിക്കഴിഞ്ഞിട്ട് അതിൻ്റെ സ്വാതന്ത്ര്യം, എന്തും പറയാൻ, എന്തും പ്രവർത്തിക്കാൻ, എന്തും ചെയ്യാൻ, എന്തും തിന്നാൻ, എവിടെയും പോകാനുള്ളൊരു സ്വാതന്ത്ര്യം, അതിൻ്റെ വ്യാവസായിക പ്രാധാന്യം, അതിനെ ആസ്പദമാക്കിയുള്ള ഒരു നവ ആധ്യാത്മിക ഒരു ഉത്തരാധുനിക ആധ്യാത്മികത അതായിരിക്കും കുറച്ചുകൂടെ. അതെ, ഇങ്ങനെ കാലം എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തി സാഹിത്യങ്ങളിലൊക്കെ ഉണ്ടായതുപോലെ ഈ ഒരു ചിട്ടകൾ അടിസ്ഥാനപ്പെടുത്തി ആധ്യാത്മിക മേഖലയിലുള്ള ആധുനികതയും ആധുനിക ഉത്തരവും നമുക്കിങ്ങനെ വിവച്ഛേദിച്ച് പറയാൻ പറ്റും എന്നാണ് സ്വാമി നൽകുന്നൊരു സൂചന. തീർച്ചയായും അതിവിടുത്തെ ജീവിത രീതിയെ പോലും മാറ്റിമറിച്ചിട്ടുണ്ട്. ഇതിനെ ആസ്പദമാക്കി വരുന്ന കോശങ്ങൾ, നമ്മളൊരു പെൺകുട്ടിയെ ട്രെയിനിൽ ആക്രമിച്ചു കഴിയുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ പ്രായം ചെന്ന സ്ത്രീകളോട് മാത്രം ചേരുന്നതിന് താല്പര്യപൂർവം ചെന്ന് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ബലമായി അവളോട് സംയോഗം ചെയ്ത് അവളെ വധിച്ച് സംതൃപ്തിപ്പെട്ട് 1000-ഓ 2000-ഓ രൂപയും എടുത്തുകൊണ്ട് പോകുമ്പോൾ പത്രപംക്തികളിലും മാധ്യമങ്ങളിലുമൊക്കെ അത് വലിയ വാർത്തകളായി നമ്മൾ വായിക്കുമ്പോൾ ഇതിനൊക്കെ കാരണമായ കോശപരിണാമം ഇത്രയും വികസിച്ച കാലഘട്ടത്തിൽ നമ്മുടെ കൗശിക വിജ്ഞാനത്തിൻ്റെ ഉപജ്ഞാതാക്കളും നമ്മുടെ ആധുനിക വൈദ്യവിശാരദന്മാരും ആധുനിക പരിഷ്കർത്താക്കളും ഒരുമിച്ചിരുന്ന് ചിന്തിക്കുകയോ പഠിക്കുകയോ ചെയ്യുന്നില്ല എന്ന ഒരു സത്യം ബാക്കി നിൽക്കുക. സ്വാമിജി, വിഷയം മാറുമെന്ന് എനിക്കറിയില്ല. എൻ്റെ കൊച്ചു മനസ്സിൽ എനിക്ക് തോന്നുന്നത്, സ്വാമിജി ഇങ്ങനെ കോശ കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ കാര്യമായി നടക്കുന്നത് ഇതിൻ്റെ ഒരു 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 മാർക്കറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനിതക മാറ്റത്തെക്കുറിച്ച് അങ്ങനെയാണ് ഇന്നത്തെ ആളുകൾ ചിന്തിക്കുന്നത്. ഇങ്ങനെയല്ല പോകുന്നത്. അതിൻ്റെ വൈകല്യം വളരെ വലുതാണ്.
നാം കൊടുക്കേണ്ടി വരുന്ന വിലയും വളരെ വലുതായിരിക്കും. അങ്ങ് കേരളത്തിലെ ട്രെയിനുകളിൽ സഞ്ചരിച്ചിട്ടുണ്ടോ? ഉണ്ട് സ്വാമിജി. ഒരു 13 വയസ്സ് മുതൽ ഒരു 25 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥി സമൂഹം എല്ലാ ട്രെയിനിലും ധാരാളമായുണ്ട്. കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടുണ്ട് സ്വാമിജി. അവരുടെ ഭാഷ, അവരുടെ വസ്ത്രധാരണ രീതി, അവരുടെ ശാരീരിക ഭാഷ, ബോഡി ലാംഗ്വേജ്, അവരുടെ വണ്ടിയിലുള്ള ഓട്ടവും ചാട്ടവും പെരുമാറ്റവും, അവരുപയോഗിക്കുന്ന തമാശകളും, ഭിക്ഷക്കാരനിൽ പോലും ലൈംഗികാസക്തിയുടെ ലോകങ്ങൾ ഉണർത്തിവെച്ചിട്ടാണ് ട്രെയിനിനകത്തെ ക്രമസമാധാനത്തെക്കുറിച്ച് പറയുന്നതെങ്കിൽ ആദ്യം നിയന്ത്രിക്കേണ്ടതല്ലേ മനുഷ്യൻ്റെ അച്ചടക്കവും മര്യാദയും പെരുമാറ്റ വൈശിഷ്ട്യവും, സമൂഹത്തിൽ എങ്ങനെയാണ് വ്യക്തി പെരുമാറേണ്ടതെന്നും മാതൃകാപരമായി കാണിച്ചു കൊടുക്കേണ്ടത് മാന്യന്മാരും വിദ്യാഭ്യാസമുള്ളവരുമല്ലേ. തീർച്ചയായും സ്വാമിജി. നാളേക്ക് മന്ത്രിയാകാനുള്ള, MLA ആകാനുള്ള, സന്യാസിയാകാനുള്ള, നാളത്തെ ലോകത്തെ ആധ്യാത്മിക കച്ചവടത്തിനും ഭൗതിക കച്ചവടത്തിനും വൈശ്യനായിത്തീരാനുള്ള, നാളെ കുട്ടികളെ പോറ്റേണ്ടി വരുന്ന സ്ത്രീയും പുരുഷനുമാണ് ഇന്ന് വിദ്യാർത്ഥിയായി സഞ്ചരിക്കുന്നതെന്നും മാതൃകാപരമായി അവർ പെരുമാറാതിരിക്കുമ്പോൾ സഹയാത്രികരിലുണ്ടാകുന്ന ഓരോ തരത്തിലുള്ള വിചാരവികാരങ്ങളും മസ്തുളങ്കത്തിൽ വരുന്ന മാറ്റങ്ങളും വൈകല്യങ്ങളും നൂറുകണക്കിന് കള്ളന്മാരെയും നൂറുകണക്കിന് രോഗികളെയും സൃഷ്ടിക്കുമെന്ന് നമ്മുടെ വിദ്യാഭ്യാസത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റാതെ വന്നത് മതങ്ങളും ജാതികളും മത്സരിച്ച് വിദ്യാഭ്യാസത്തെ കച്ചവടമാക്കിയപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് വരുന്ന പണത്തിൽ മാത്രം ശ്രദ്ധ പുലർത്തുകയും മാതാപിതാക്കൾ ആ പണം നേടുന്നതിന് വേണ്ടി പണം കൊടുത്ത് പഠിക്കുന്നവനെ അവൻ്റെ സ്വഭാവത്തിലോ വിശുദ്ധിയിലോ യാതൊരു അർത്ഥവുമില്ലെന്ന് കണ്ടെത്തുകയും ചെയ്തതുകൊണ്ടായിരിക്കില്ലേ? തീർച്ചയായും സ്വാമിജി. അതിലേക്ക് നമ്മുടെ മന്ത്രിമാരുടെ, നമ്മുടെ റെയിൽവേ ബോർഡിൻ്റെ, റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ്റെ ഒക്കെ ശ്രദ്ധ തിരിയേണ്ടതിന് പകരം ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു വണ്ടിയിൽ സഞ്ചരിക്കുന്ന ഒരാളിനെ രക്ഷിക്കാൻ പോകുന്ന പോലീസുകാരനും പോലീസുകാരിയും വരെ മനുഷ്യരാണ്. തീർച്ചയായും സ്വാമിജി. അതിനകത്ത് ലൈംഗിക ഉത്തേജനത്തിനും അതിനകത്ത് മറ്റു തെറ്റുകൾക്കും സാധ്യതയുണ്ടെങ്കിൽ മന്ത്രിയായാലും സന്യാസിയായാലും ഒക്കെ അതിൽ തെറ്റുകൾ ആവർത്തിക്കും. സഞ്ചരിക്കുന്ന ട്രെയിനിൽ പ്രത്യേക കുപ്പകളിൽ പൊതു സ്ഥലങ്ങളിൽ അരുത് എന്ന് നമ്മുടെ നിയമം വിലക്കിയിട്ടുള്ള നമ്മുടെ നിയമം പൊതുസ്ഥലത്ത് ആവരുത് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പൊതുസ്ഥലത്ത് തന്നെ ചെയ്യുന്നത് സ്വാതന്ത്ര്യം ബ്രിട്ടനോട് നേടിയത് നിയമനിഷേധത്തിലൂടെയാണ് എന്നതിൻ്റെ ചുവട് പിടിച്ച് സ്വാതന്ത്ര്യ അനന്തര ഭാരതത്തിലും നിയമനിഷേധം സ്വർഗതുല്യമായ പവിത്രമായ ഒരു കർമ്മമാണെന്ന് ധരിക്കുന്ന ഭരണാധികാരികളും ജനങ്ങളും ഉള്ളിടത്ത് ഭരണഘടന, സിവിലും ക്രിമിനലുമായ നിയമങ്ങൾ ഇവയെ അനുസരിച്ചിട്ട് അതിൻ്റെ തെറ്റിനെ ചോദ്യം ചെയ്യുക എന്നുള്ളതിന് പകരം ശരിയാണെങ്കിൽ കൂടി നിയമമാണോ അതിനെ ഞാൻ ചോദ്യം ചെയ്യുമെന്ന് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പറയുകയും ഭരണപക്ഷത്തിരിക്കുമ്പോൾ അതിനെ പാലിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്ന മാറി മാറി വരുന്ന ഭരണാധികാരികൾ ശരിയാണ് സ്വാമിജി. ജനങ്ങളിൽ രണ്ട് തരത്തിലുള്ള പ്രേരണകളും മാറി മാറി നൽകുന്ന പ്രസ്ഥാനങ്ങൾ അതിൻ്റെ ഫലമായി യാത്രാവേളയിലും മറ്റും കാട്ടിക്കൂട്ടുന്ന വൈകൃതങ്ങൾ ഇവയെ ഒന്നും ഒരു പ്രാവശ്യം പോലും ചിന്തിക്കുവാനോ ഒരു മാധ്യമമെങ്കിലും അതിനെ വിവരിക്കുവാനോ തയ്യാറാകാതെ ഒരു ഭിക്ഷക്കാരനാണ് ഇന്ന് തെറ്റിലേക്ക് വീണതെങ്കിൽ, കൊലപാതകത്തിലേക്ക് അത് എത്തിച്ചതെങ്കിൽ ഇതിൻ്റെ മൂലകാരണമായ ആസക്തികളെ നിയന്ത്രിക്കുവാനും ആസക്തി ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളെ നിയന്ത്രിക്കുവാനും
ആസക്തി ഉണ്ടാക്കുന്ന വസ്ത്രധാരണങ്ങളെ മാറ്റുവാനും തയ്യാറാകാതിരുന്നാൽ ഈ ഭിക്ഷക്കാരൻ്റെ അതേ മനസ്സും വികാരവും ഇന്ദ്രിയങ്ങളും അവയവവും ഉള്ളവനാണ് നാളെ പോലീസുകാരനായി സഞ്ചരിക്കുന്നത്. തെറ്റ് ചെയ്യുന്നൊരു ഭിക്ഷക്കാരനെ ഒരു പോലീസുകാരൻ ഇടിക്കുന്ന വേഗത്തിലോ നാട്ടുകാരിടിക്കുന്ന വേഗത്തിലോ തെറ്റ് ചെയ്യുന്നൊരു പോലീസുകാരനെ ഇടിക്കാൻ പറ്റുകയില്ലെന്ന് കൂടെ നിങ്ങൾ ഓർക്കണം.